ഹലോ നമസ്തേ. എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡല്ല, ഇന്ന് വലിയൊരു ബിഗ് മൊമെൻ്റ് ആണ്. ആ മൊമെൻറ്റിലേക്ക് നമ്മളുടെ നേപ്പാളിൻ്റെ മണ്ണിൽ നിന്നും സ്വാഗതം. യെസ്. അപ്പം നിങ്ങളെല്ലാവരും വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മളിതാ ഇവിടെ വെച്ച് പറയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിൽ ഈ യാത്രയിൽ നമ്മൾ ഫ്രീക്കിയോട് തിരിച്ചും മറിച്ചും തിരിച്ചും എന്താണ് ഇവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു വരുന്നു, ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാകുന്നു. അപ്പം ഇത് എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അതിനൊരു ഉത്തരം നമുക്ക് കിട്ടിയില്ല. കാരണം ആ ഉത്തരം പറയാനുള്ള അനുവാദം നമുക്കില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ഉത്തരം നമുക്കിതാ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതെന്താണ് ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രീ വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത്. ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം. അതുകൂടാതെ നമ്മളുടെ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ. യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്കൊരുമിച്ചിനി. എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ്, നിങ്ങൾ തമ്മിൽ കണ്ടത് തന്നെ, ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി നിങ്ങൾക്കറിയാലോ, മലയാളത്തിലെ ഏഷ്യാനെറ്റിലുള്ള വളരെയധികമാണ്. നമ്മളുടെ വീഡിയോ കാണുന്ന പലരും കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പം ആ ഒരു പരിപാടിയിലേക്ക് നമ്മളുടെ ഫാമിലിയിൽ നിന്നും ഒരംഗത്തിന് സെലക്ഷൻ ഉണ്ട്. നമ്മളുടെ ഫ്രീക്കി ബിഗ് ബോസിലേക്ക് പോവുകയാണ് കേട്ടോ. എന്താ പറയുക, അവിടെ പോരാടി ജയിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ബിഗ് ബോസിനെ കുറിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ധാരണയില്ല. ഈ യാത്രയുടെ ഇടയിൽ നമ്മളങ്ങനെ ബിഗ് ബോസ് കാണലൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരു ജസ്റ്റ് ഒരു ആഡ് കണ്ടപ്പോൾ നമ്മൾ ആ ആഡ് അതിന് റിപ്ലൈ കൊടുത്തു. എന്തോ ഒരു ലക്കിന് കിട്ടിയതാണ്. എന്താണ് ഇനി അവിടെ പോയാൽ ഉണ്ടാവുക ഒരു ഐഡിയ ഇല്ല കേട്ടോ. അതായത് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ വീഡിയോ കാണുന്ന ആളുകളിൽ ബിഗ് ബോസിനെ കുറിച്ച് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം എന്താ പറയുക, ആ ഒരു പരിപാടിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞു. എൻ്റെ അറിവിൽ ഞാൻ ജസ്റ്റ് ഒന്നൊരു പഠനം നടത്തി നോക്കിയപ്പോൾ അവിടെ മൊത്തം വടിയും പിന്നെ ഈ കുറേ സർവൈവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒന്നാമത് നമ്മുടെ ഫാമിലിയുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു വാല്യൂ മനസ്സിലാക്കി തരുന്ന ഒരു പ്രോഗ്രാമാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം അറിയാൻ പറ്റത്തില്ല, മൊബൈലില്ല. സോ അവിടെ അവർ തരുന്ന ടാസ്കുകൾ, അത് ടാസ്കുകളെന്ന് പറഞ്ഞാൽ ചെറിയ ടാസ്കുകളായിരിക്കില്ല, നല്ല ഹെവി ടാസ്കുകളായിരിക്കും. അപ്പോൾ ആ ടാസ്കുകളൊക്കെ ചെയ്ത് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മൾ അവർക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. അതായത് മുറിയിൽ അങ്ങനെ ഒരു വീട് പോലത്തെ ഒരു ഇതിൽ അവിടെ അവിടെ നമ്മളെ അടച്ചിട്ട് അവിടെ നിന്നും ആളുകൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, ആളുകളുടെ എന്തൊക്കെയാണ് അവിടെ ഓരോ ടാസ്കുകൾ കൊടുക്കുമ്പോൾ ആളുകൾ ചെയ്യുന്നത്, ഇത്രയും നാളത്തെ ആ ഒരു ആളുകളെ പിരിഞ്ഞിരിക്കുമ്പോൾ ഉള്ള മാനസിക സമ്മർദ്ദം, അതിനെ തരണം ചെയ്ത് അവരെങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്നു, അങ്ങനെയുള്ള പല സർവൈവൽ പരമായിട്ടുള്ള കാര്യങ്ങളും ഇത്രയും നാളുണ്ടല്ലോ. നമ്മൾ യാത്രയിലൂടെ ഒരുപാട് സർവൈവലുകൾ ചെയ്തു. ഇനിയിപ്പം ജീവിതത്തിൻ്റെ എന്താ മാനസികപരമായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ സർവൈവലും കൂടി നോക്കുവാണ്. അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ആക്ച്വലി. അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു, നിങ്ങളെല്ലാവരും ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോ, നമ്മൾ ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് കാണാത്തവരുണ്ടെങ്കിലും അതിൻ്റെ പ്രൊമോ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ പോസിറ്റീവാണ്, നിങ്ങൾ പോസിറ്റീവാണോ എങ്കിൽ ഇപ്പോൾ തന്നെ ഒരു മിനിറ്റിൽ കവിയാതെ വീഡിയോ അയക്കുമെന്ന്. അപ്പം ഞാൻ പോസിറ്റീവാണ്, അങ്ങനെ അയച്ചതാണ്. ഇനി അവിടെ ചെന്ന് എത്രത്തോളം പോസിറ്റീവ് ആവുമെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ മാക്സിമം ഞാൻ പോസിറ്റീവായിട്ട് തന്നെ കളിക്കാൻ ശ്രമിക്കും. ഓക്കെ, ഇതൊരു ഗെയിമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഗെയിമാണ്. അപ്പം ആ ഒരു എന്താ പറയുക, അത്രയും ദിവസത്തെ എന്തൊക്കെയാണ് ഫ്രീക്കി അവിടെ പോയി ചെയ്യാൻ പോകുന്നതെന്നുള്ള ആ ഒരു ഗെയിം നമുക്ക് കാണാം. അതിനുശേഷം വീണ്ടും ഫ്രീക്കി തിരിച്ചു വരുമോ? പിന്നെ ഷുവറല്ലേ, ഇതോട്ട് പോകത്തില്ലല്ലോ. ഓക്കെ, അപ്പം ചെറിയൊരു ഇടവേള ഈ ഒരു യാത്രയിൽ നിന്നും ഫ്രീക്കി എടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താ ഒരു ഇത് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരും ഒരു സപ്പോർട്ട്, നമ്മളുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഫ്രീക്കിക്ക് ഉണ്ടാവുക. കാരണം ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് വോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ. വോട്ടിംഗ് ഉണ്ട്. അതുപോലെ പുറത്ത് വരുമ്പോൾ പരിതോഷങ്ങളുണ്ട്. ഇതിൽ ഏതിലൊക്കെ ഞാൻ സെറ്റ് ആവുമെന്ന് എനിക്കൊരു വീഡിയോ ഇല്ല. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് പുറലോകത്ത് എന്താ നടക്കുന്നത്, നമ്മുടെ ലൈഫ് ഏത് വഴിക്ക് പോകണു, അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ കാര്യം പുറത്തത് ഏത് രീതിയിൽ വന്നു, അങ്ങനെ ഒരു കാര്യത്തിനും ഐഡിയ ഇല്ല. മുഴുവൻ കാര്യം തന്നെ വരുമോ ഇല്ലയോ എന്നുള്ളത് ഒന്നും അറിയില്ല. അപ്പം ഞാൻ ശരിക്കും ഭയങ്കര ഇത് ആവുകയും ചെയ്തു. ഇനി എന്തായാലും പോവാനെ, കാരണം നമ്മൾ ഒരിക്കലും മുന്നോട്ട് വെച്ച കാലിൽ പിന്നോട്ടേക്കില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് എന്തായാലും
ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചേക്കുന്നത്. കാരണം ഞാനൊന്നും ഒട്ടും പ്രതീക്ഷയല്ല കേട്ടോ കിട്ടുന്നത്. ചുമ്മാ ഒരു രസത്തിന് അങ്ങനെ ഇട്ട് നോക്കിയതാണ്. കിട്ടുകയും ചെയ്തു. പിന്നെ ഇൻ്റർവ്യൂ വന്നപ്പോഴും ഇപ്പോൾ ഒഡീഷയിലുള്ളപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഫാമിലീനോട് ആകെ ഇക്കാക്കാനോടും അവരോട് മാത്രം, എൻ്റെ ഉമ്മാനോടത്ത് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പോയി 2 ദിവസം തിരിച്ചു വരികയും ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോലും ഞാൻ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വെറുതെ അങ്ങനെ പോയി എങ്ങാനും ലൈക്ക് നമ്മളത് അറ്റൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ, എനിക്ക് മെൻ്റൽ ഇഷ്യൂ ഞാനന്ന് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോൾ അവിടെ എത്തിയേനായിരുന്നോ, അങ്ങനെ ലൈഫ് ലോങ് ഒരു റിഗ്രഷൻ വേണ്ട എന്ന് കരുതിയിട്ട് അന്ന് പോയി ചുമ്മാ അറ്റൻഡ് ചെയ്യുക എന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്തതാണ്. പക്ഷേ കിട്ടി. എന്തായാലും നമ്മളെ സംബന്ധിച്ച് നമുക്കും അതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ഒരാൾ ഇതുപോലെ കേരളം അറിയുന്ന, മലയാളികൾ അറിയുന്ന, ഏഷ്യാനെറ്റ് അത്രയ്ക്ക് വലിയ ഒരു പ്ലാറ്റ്ഫോമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെടാനും മേ ബി നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഓരോരോ നിമിത്തങ്ങളായിരിക്കും. അപ്പം ആ ഒരു നിമിത്തങ്ങൾ ഇങ്ങനെ നമ്മുടെ യാത്രകളും ഒക്കെയുമായി മാറി പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറ്റുള്ളവരെക്കാളും കൂടുതൽ അറിയുന്നവരാണ് നിങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും വന്ന സർവൈവൽ നിങ്ങൾക്കറിയാം. നമ്മുടെ കംബോഡിയയിലെ കേസും അല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ചിലപ്പോൾ അതിലേക്കുള്ളൊരു എഴുതിരുവായിരിക്കും അല്ലേ സുധീത്? മേ ബി ആയിരിക്കും. ഞങ്ങൾ അന്ന് കഷ്ടപ്പെട്ടതിനുള്ള നല്ലതും ആവാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പാക്റ്റ് നേരെ നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. നമ്മൾക്ക് എല്ലാ കാര്യം എന്ത് വന്നാലും സ്നേഹം മാത്രമാണ്, എല്ലാവരോടും സ്നേഹം. നിങ്ങളും എൻ്റെ ഇക്കാക്കും ഫാമിലിയും ഇവരും എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ എന്നും സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ തന്നെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് എല്ലാം പോസിറ്റീവാണ്. ഒരു നെഗറ്റീവ് എന്ത് സ്റ്റോറി ആണെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. ഇവൻ നമുക്കും ഇതൊന്നുമില്ല. എൻ്റെ മുമ്പുള്ള കുറച്ച് എന്തൊക്കെയോ ഉണ്ട്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിപ്പോൾ നമുക്കത് പുറത്തു പറയാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് പലരും കമൻറ്റിലൊക്കെ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിസ്സിങ് വരുന്നു, വീഡിയോകൾ ലാഗുകൾ വരുന്നുണ്ട്, അത് എന്തു പറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് ഇതുമുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഈ ഒരു നേപ്പാളിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും നിങ്ങളെയും കൂടി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടി വെച്ചിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ ഒക്കെ ഡേറ്റ് ഫിക്സ് ചെയ്യാത്തതിൻ്റെ റീസണും ഇത് തന്നെയായിരുന്നു. കാരണം ഇതിന്നൊരു എങ്ങാനും ഞാൻ പോകുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സുധിക്ക് അത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പം ഞാനിത് പോയിട്ട് വന്നിട്ട് ഇത് കിട്ടും എന്നുണ്ടെങ്കിൽ, അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ ഒരു ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എപ്പോഴാണോ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അനൗൺസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലായിരുന്നു. അങ്ങനെയാണ്, ഇതാണ് ഈ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം. എന്തായാലും എന്താ പറയുക, അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് ഒരു യൂട്യൂബ് താരത്തിൻ്റെ കൂടെയും യൂട്യൂബ് താരങ്ങളുടെ കൂടെയും ഒപ്പം ഒരു ബിഗ് ബോസ് താരത്തിൻ്റെ കൂടെ ആയിരിക്കും. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്. ഞാൻ ലൈക്ക് കപ്പടിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. അക്കലക്കാണിത്. ഇപ്പോൾ ഇത് കിട്ടിയ പോലെ എന്താണെന്ന് വെച്ചാൽ ചക്ക വീണും മുഴലി ചത്തു എന്ന് പറഞ്ഞൊരു സെറ്റപ്പില്ലേ, എക്സാക്റ്റ് അതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഒരു ചക്ക വീണും മുഴലി ചത്തു എന്നുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും മേ ബി, അഥവാ കപ്പടിക്കുകയാണെങ്കിൽ. ഐ എം നോട്ട് ഷുവർ. പക്ഷേങ്കിൽ അവിടെ എത്തിപ്പെടുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ. കാരണം ഇത്രയും മലയാളികൾക്കിടയിൽ നിന്ന് നമ്മളുടെ ഫാമിലിയിലുള്ള ഒരാൾ തിരഞ്ഞു എടുക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. എന്താ പറയുക, സംതിങ് എല്ലാം നമുക്ക് സംഭവിക്കുന്ന ഒക്കെ ചിലപ്പോൾ നല്ലതിനായിരിക്കും. ആക്ച്വലി നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് ഇതിനേക്ക് എടുത്തത് എന്ന് വെച്ചാൽ അതേ തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എന്നാലും എങ്ങനെ അതങ്ങനെയല്ല, ശരിക്കും ഓരോരുത്തർക്കും ഓരോ കാപ്പബിലിറ്റിയും ഓരോ കഴിവുകളും ഉണ്ട്. അപ്പം അത് ഓരോ സമയമാകുന്ന സമയത്ത് നമ്മുടെ ടൈം ആകുമ്പോൾ ആ ഓരോ ഓപ്പർച്യൂണിറ്റീസും നമ്മളെ തേടി വരും. അപ്പം ഇത്രയും പല ആൾക്കാർ കളിയാക്കിയ ചില ആളുകൾ, മോശം കമൻറ്റുകൾ കൊണ്ട് പറഞ്ഞ ആളുകൾ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ നമ്മളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത പല ആളുകളും എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പറഞ്ഞ് കളിയാക്കുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിന് താഴെ വന്ന് നിങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് പറഞ്ഞ് നമ്മളെ അഥവാ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പോസിറ്റീവ് ആക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾ തന്നിട്ടുണ്ട്. അല്ല, അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരെയും നമ്മൾ അങ്ങനെയായിട്ട് വിടുന്നുള്ളൂ. കാരണം അവർക്ക് അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവർ കിട്ടിക്കോട്ടെ. കാരണം അങ്ങനെ അവർക്കൊരു സമാധാനം, നമ്മളെ കുറ്റം പറഞ്ഞിട്ടൊരു സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, നല്ലല്ലേ. ഒരാൾക്ക് ആ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നെങ്കിലും വിചാരിക്കുമല്ലോ. ഇതുവരെയായിട്ട് വന്ന കമൻസിനും ഞങ്ങൾ ഒരിക്കലും റിയാക്ട് ചെയ്യാതിരുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കല്ലുവള്ളി അതങ്ങനെ ഇതേ കൂടെ വരുന്നു അതേ കൂടെ പോകുന്നു. നമ്മളെല്ലാം പോസിറ്റീവായിട്ടാണ് തിങ്ക് ചെയ്യാറ്, നിങ്ങൾക്കറിയാലോ.
നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ നേപ്പാളിലാണ് ഉള്ളതെന്നുള്ളത്. ദർബാർ സ്ക്വയറിൻ്റെ അങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു സംശയം ചോദിക്കുന്നതാണ്. ഇത്രയും നാളും നമ്മൾ കറങ്ങി നടന്ന് ഭയങ്കര ഫ്രീഡം. ഇന്നിപ്പം ചിന്തിക്കുകയാണ് നമുക്ക് നേരെ ഇവിടെ നിന്നും സിക്കിമിലോട്ട് പോകണമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ നമുക്ക് ചൈനീസ് ബോർഡറിലോട്ട് പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകും. നമ്മളങ്ങനെ ഇമ്മീഡിയറ്റ് പ്ലാനുകളൊക്കെ നടത്തി ആരും ഒരു എന്താ പറയുക പിടിച്ച് കെട്ടിയിടാത്ത രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇതുപോലെ അടഞ്ഞ റൂമിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നോക്കാന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. എന്ത് വരുന്നതും ആ ഒരു സമയത്ത് ഫേസ് ചെയ്യാന്നുണ്ട്. പിന്നെ ഒന്നാമത് എന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിച്ച് പിടിച്ചിരിക്കാൻ പറ്റും. ഞാൻ എന്തായാലും ഒറ്റയ്ക്കില്ലല്ലോ, അവിടെ എന്തായാലും കുറച്ച് പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവരോട് ഇങ്ങനെ കത്തി അടിച്ചും തല്ലും കൂടിയും ഇണങ്ങിയും പിണങ്ങിയൊക്കെ ഇരിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. എവിടെ ഞാൻ പറഞ്ഞില്ലേ അസിഷൻ നമുക്ക് എവിടെ പോലെ എത്തും എങ്ങനെയാണെന്ന് നോക്കാം, കണ്ടറിയാം. കാണാം നമുക്ക് എന്തായാലും. എന്താ പറയുക, നമുക്ക് നാട്ടിൽ കിട്ടാത്ത എന്തെങ്കിലും അവിടെ പോയിട്ട് മാറ്റാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ, നല്ല സ്പെഷ്യൽ ഡ്രസ്സൊക്കെ എന്തെങ്കിലും ഇവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതിന്റെ ഷോപ്പിങ്ങിനും കൂടിയാണ് കേട്ടോ. കാരണം നോർമലി ഷോപ്പിംഗ് കൺഫേം അല്ല, കാരണം ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പിലൊന്നും കയറി റേറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പം അറിയില്ല, ഞാൻ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഡ്രസ്സ് എടുക്കത്തുള്ളൂ. ഇവിടെ ആക്ച്വലി നല്ല റേറ്റ് ആണെന്നാണ് കേട്ടത്, അറിയാൻ നോക്കാം. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ മുമ്പിലായിട്ട് കാണുന്നത് നേപ്പാളിലെ ദേവി, ആ ഒരു ദേവി വസിക്കുന്ന വീടാണ് കേട്ടോ. അതാ ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു കൊച്ച് അല്ലേ, ഒരു കൊച്ചിന് ഇവര് കയറാൻ പറ്റുന്നുണ്ട്. ആ അതാ കുമാരീൻ്റെ ഫോട്ടോയാണ് അവരെ കാണിച്ചത്. ഇതാണ് കുമാരി. അഭി ഹേ കുമാരി നെയ്. ആ ഓക്കെ. ആ അകത്തേക്ക് എന്തായാലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഈ നേപ്പാളിൻ്റെ പല ഗ്രാമങ്ങളിൽ നിന്നും അങ്ങനെ നമ്മൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലേ, യോധ സിനിമയിൽ ആൺകൊച്ചല്ലേ ഇതെങ്ങനെ ആയി മാറുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ അങ്ങനെ ആ ഒരു ഇതല്ല, ദേവിയായിട്ടാണ് കൺസെപ്റ്റ്. അപ്പം അവർ ആ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ ലക്ഷണങ്ങളൊക്കെ ആ ഒരു കൊച്ചിനെ തിരഞ്ഞെടുത്ത് ആ ഒരു കൊച്ചിനെ, അതായത് കൊച്ചിനൊരു ഏജ് ആവുന്ന വരെയാണോ മറ്റേ വയസ്സിറക്കുന്നത്, അതുവരെ ഇവർ ആ ഒരു കൊച്ച് ഇവരുടെ ഒരു ദൈവത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇവർ കാണുക. ഇതുകൊണ്ട് ഇവിടുത്തെ ആ ഒരു ജനൽ കണ്ടില്ലേ നിങ്ങൾ, ആ ജനലിൻ്റെ അവിടെ ചില സമയങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിലൊക്കെ ആ ഒരു കൊച്ചി വന്നിരിക്കും ഇവിടുത്തെ ആളുകളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കൊച്ചിനെ നേരിട്ട് നോക്കിയാൽ കാണുന്ന രീതിയിലാണ് ഇവിടുത്തെ ദർബാർ സ്ക്വയർ ഏരിയയാണ്. ആ ദർബാർ സ്ക്വയർ ഏരിയകൾ തിരിച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് വീണ്ടും ട്രാവലിലേക്ക് വന്നുപോയി. ഓക്കെ, പിന്നെ വേറെ ഉണ്ടല്ലോ, എന്താ പറയുക, ഞാൻ നോക്കിയപ്പോഴേ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ യാദൃശ്ചികമായി സംഭവിച്ചതായിരിക്കും. എൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് നടന്നത് ഈ ഒരു നേപ്പാളിലെ കാത്മണ്ഡുവും നേപ്പാളിൽ വെച്ചിട്ടാണ്. അപ്പം ഫ്രീക്കിയുടെ ലൈഫിലും വലിയൊരു ചേഞ്ച് സംഭവിക്കാൻ പോവാണ്. അതിൻ്റെ ആ ഒരു ന്യൂസ് പോസിറ്റീവ് ഇത് കിട്ടിയതും നേപ്പാളിൻ്റെ പണി എന്നാണ് കേട്ടോ. സംതിങ് നേപ്പാളിന് എന്താ പോസിറ്റിവിറ്റി ഇല്ലേ? അപ്പൊ എല്ലാവരും നമ്മുടെ അടുത്ത പാക്കേജിന് വരാൻ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പം ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ നിങ്ങളെയും കൂടി കൊണ്ടുവരാൻ കൂടിയാണ് ഞങ്ങളിങ്ങനെ യാത്ര വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട റൂംസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അതുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഫ്രീക്കിയുടെ ഈ ഒരു പരിപാടി കഴിയട്ടെ. ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി എത്ര ദിവസം എന്ന് പറഞ്ഞാൽ 100 ദിവസം, ശരിക്കും 100 ദിവസമാണ്. പിന്നെ നമ്മൾ നിൽക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ബാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ആണെങ്കിൽ ഒരാഴ്ച നിൽക്കാം, അല്ലെങ്കിൽ ഐ മീൻ നമ്മൾ നിൽക്കുന്നതിനനുസരിച്ചിട്ടല്ല, വോട്ട് അനുസരിച്ച് ഓരോ ആഴ്ചയിലും ഈ പറഞ്ഞ പോലെ എലിമിനേറ്റ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്ത് പോകും. അപ്പോൾ അതിനാദ്യം ഓരോരുത്തർ ചൂസ് ചെയ്ത് അങ്ങനെ അങ്ങനെ എന്തൊക്കെയാണോ. വോട്ടിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പം അത് പിന്നെ ഇവിടെ മാത്രമല്ല, ഇത് ഹോട്ട്സ്റ്റാർ, ഇപ്പം ചാനൽ കാണാത്ത ആളുകൾക്കാണെങ്കിൽ ഹോട്ട്സ്റ്റാറിലും ഇത് അവൈലബിൾ ആണ്. അപ്പം 7 ഉണ്ടെന്നാ കേട്ടോ, അതായത് 24 hours ലൈവ് ഉണ്ട്. പിന്നെ അതിൽ കുറച്ച് ഷൂട്ടുകൾ അവർ തരുന്ന ടാസ്കുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഒരു 2 hours 1 hour ഒന്നും ആണ് ഏഷ്യനെറ്റിൽ അവർ ഇത് ചെയ്യുന്നത്, സംപ്രേഷണം അല്ലേ? ആ കറക്റ്റാ. അയ്യോ, എന്തായാലും ഉണ്ടല്ലോ നമ്മളുടെ ഇപ്പം ഈ ഒരു നമ്മൾ യാത്ര ചെയ്ത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസുകൾ, നമ്മളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റുകളൊക്കെ നമ്മളുടെ ഒരു വീഡിയോകൾ ഫോളോ ചെയ്യുന്ന നമ്മളുടെ ഫാമിലിക്ക് മാത്രമാണ് അറിയാവുന്നത്. അതിനിപ്പോൾ ബാക്കിയുള്ള നിങ്ങൾ കൂടെ ഇരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് തള്ളണം. ആ ഫ്രീക്ക് പറഞ്ഞാൽ ശരിയാണ്, ഞങ്ങളും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വന്ന ആ ഒരു സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ലൈവായിട്ട് പോയവരെ ഞങ്ങൾ കണ്ടിട്ട് അത് സത്യം എന്നൊക്കെ പറഞ്ഞോട്ടാ. ഓക്കെ, എന്തായാലും പറയാനേ, ഈ
യാത്രകൾ കൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് ആളുകളോട്. ഇപ്പം നമ്മളിപ്പം ഇവരിപ്പോൾ അലനെയും ഇപ്പോൾ അജയനൊക്കെ കണ്ടപ്പോൾ ആണെങ്കിലും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം, അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് ഈ ഫോണൊക്കെ ഉപയോഗിക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന നമ്മളുടെ കഥകൾ, തള്ളുകഥകൾ തീർച്ചയായും ഉപകാരപ്പെടും. ഓക്കെ, എന്തായാലും എന്താ പറയുക, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നമ്മളുടെ ഫ്രീ കിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ച് എന്താ പറയുക, വളരെ സ്നേഹത്തോടെ പോയി വിജയിച്ചു വരൂ മകളെ എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ. അല്ലാതെ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവില്ലേ, ഇത്രയും നാൾ നമ്മളുടെ ഈ ഒരു ഫാമിലി തന്ന സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുക. അപ്പം ഫ്രീക്കിയെ നമ്മൾ വളരെ എന്താ പറയുക, നമ്മളുടെ ഫ്രീക്കിയെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ നമുക്കറിയാവുന്നതാണ്, നമ്മളുടെ കൂട്ടത്തിൽ ഒരാളാണ്. അപ്പം കോമണർ എന്ന് പറയുന്ന ആ ഒരു ഞാൻ മറ്റേ സാധനം പറയട്ടെ, കോമണർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് ഫ്രീക്കി സെലക്ട് ആയിട്ടുള്ളത്. അതായത് അവിടെയുള്ള ബാക്കി എല്ലാവരും വളരെ വലിയ സെലിബ്രിറ്റികളും ഒരുപാട് ആളുകൾ അറിയുന്നവരും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത്, നമ്മുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത്. അവരൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളാണ് ഹൈ ലെവല്. നമ്മള് എന്ത് സാധനത്തിലേക്ക് പോകുമ്പോൾ റിസ്ക് എടുത്ത് ആ ഒരു രീതിയിൽ പോകുമ്പോഴല്ലേ, വെറുതെ ഇങ്ങോട്ട് വിളിച്ചത് അതിന് ശരിക്കും പറഞ്ഞ ഒരു വാല്യൂ ഇല്ല. ഇതാകുമ്പോൾ പിന്നെ നമ്മൾ ഇത്രയും പേരിൽ നിന്നും സെലക്ട് ചെയ്ത് പോകുന്നതിനാണ് ശരിക്കും ഒരു വാല്യൂ ഉള്ളത്. അപ്പോൾ അതിനാണ് ഒരു ആ സാധനം ചുമ്മാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കറിയാവുന്ന നമ്മളുടെ ഫ്രീക്കിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. എന്തായാലും പോയി വിജയിച്ച് വരിക, 100 ദിവസം കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയതും പല്ലൊക്കെ അതൊക്കെ ഊരാൻ പോവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നല്ല ഇടിയൊക്കെ കൊണ്ട് എൻ്റെ ചുണ്ടൊക്കെ പൊട്ടി അങ്ങനെ സീനാവണ്ടെന്ന് കരുതിയിട്ട് ഇപ്പോൾ കഷ്ടപ്പെട്ടിട്ട് ആ പല്ലിലെ കമ്പിയൊക്കെ ഞാൻ ഊരാൻ പോവാണ്. ഇനി ഊരിയിട്ട് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഒന്നുമില്ല. അത് നമ്മൾ സെറ്റ് ചെയ്യും, അതൊക്കെ ഞാൻ അപ്പോൾ പിന്നെ പറയാം. നമുക്കത് ഇനി ടി വിയിലൂടെ കാണാം. ഓക്കെ, എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഉണ്ടല്ലോ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്താണെന്ന് ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം, അല്ലേ? അത് നിന്നോടും പറയാം. ഓക്കെ, ബൈ ബൈ.